ഓക്കെ. ക്രൂര വിനോദങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് ഈ അറീനയിൽ. ഏകദേശം 88,000 ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഗാലറിയാണ് ഇത്. ഫ്ലാവിയോ രാജാവാണ് ഇത് പണിതത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഇത് പ്രകാരം ഈ അറീന പണിതത് ഫ്ലാവിയോ രാജാവാണ്. ഇതിന് കുറെ കുഴികൾ കണക്കൊക്കെ കാണാൻ പറ്റും. അത് വിലപിടിപ്പുള്ള സാധനങ്ങളാണ് അതിലുണ്ടായിരുന്നത്. ആ കുഴികളിൽ ഉണ്ടായത് ആ വിലപിടിപ്പുള്ള സാധനങ്ങൾ പല പല പള്ളികൾ കെട്ടാനും പല കൊട്ടാരങ്ങൾ കെട്ടാനുമായിട്ട് ഇതൊന്ന് ചൂഴ്ന്നെടുത്തുകൊണ്ട് പോയത് കൊണ്ടാണ് അതങ്ങനെ. ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ തന്നെ ഏകദേശം 3 നിലയോളം ഉണ്ട്. ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഒരുപാട് അടിമകളെ പാർപ്പിച്ചിരുന്നതും അതുപോലെ തന്നെ ഈ പുലി, കടുവ എന്ന വന്യമൃഗങ്ങളെ കൂട്ടിലടച്ച് ആഴ്ചകളോളം ഭക്ഷണം കൊടുക്കാതെ ഇട്ടിരുന്നിട്ട് അവരെ തുറന്നു വിട്ട് മനുഷ്യരെയും മൃഗങ്ങളെയും തമ്മിലടിപ്പിച്ച് അത് ഭക്ഷിക്കുന്നത് കണ്ട് രസിക്കുന്ന ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കറണ്ട് ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അതായത് വെളിച്ചമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ആൾക്കാരുടെ പുറത്ത് തുണി ചുറ്റി കത്തിക്കുമായിരുന്നു. അവർ കത്തിക്കിടന്ന് ഓടുന്ന കണ്ടുകൊണ്ട് രസിക്കുന്ന ഒരു ഗെയിം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അൾട്ടിമേറ്റ് ഫൈറ്റേഴ്സ് ആണ് ഉണ്ടായിരിക്കേണ്ടത്. നിങ്ങൾ ഒരുപക്ഷെ ഗ്ലാഡിയേറ്റർ എന്ന മൂവി റസൽ ക്രോയുടെ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ കൂടുതൽ വിവരണങ്ങൾ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ളത് അവിടെ പോയിട്ട് കാണുന്ന സമയത്ത് പറഞ്ഞാൽ മതിയാവും എന്ന് തോന്നുന്നു.